നമസ്കാരം പ്രിയമുള്ളവരെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന 2 നിയമസഭാ മണ്ഡലങ്ങളിലെ മുന്നണികളുടെ വിജയ സാധ്യതകളെ വിലയിരുത്തി. ഇന്ന് നമ്മൾ നേമം നിയോജക മണ്ഡലത്തിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നേമം നിയമസഭാ മണ്ഡലം. ഈ മണ്ഡലത്തിലെ പ്രത്യേകതകൾ ഏറെയാണ്. കാരണം BJP കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്ന നിയോജക മണ്ഡലം, BJP എ ക്ലാസ് നിയോജക മണ്ഡലമായി പരിഗണിക്കുന്ന നിയോജക മണ്ഡലം, അടുത്ത പ്രാവശ്യം BJPയുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖനായ നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ ജനവിധി തേടും എന്ന് വിലയിരുത്തപ്പെടുന്ന നിയോജക മണ്ഡലം. ഈ നിയോജക മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസും CPM പരസ്പരം ആരോപണം ഉന്നയിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ്. മിക്കപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ ആരോപണം കോൺഗ്രസ് ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകി അവിടെ ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തി BJPയെ പരോക്ഷമായി വിജയിക്കുവാൻ സഹായിക്കുന്നുവെന്നാണ്. കോൺഗ്രസിൻ്റെ ആരോപണം എന്തെന്ന് വെച്ചാൽ 2006 മണ്ഡല പുനർനിർണയ സമയത്ത് ഈ മണ്ഡലം BJP ജയിക്കുന്ന വണ്ണം ഇടതുമുന്നണി വെട്ടിവെച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം 2006 മണ്ഡല പുനർനിർണയം നടക്കുമ്പോൾ ഇടതുപക്ഷമായിരുന്നു ഭരണത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. എന്തായാലും ഈ മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടായിരിക്കും ഈ മണ്ഡലത്തിലെ BJPയുടെ പ്രതീക്ഷകൾ എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. കോൺഗ്രസ്സിന് നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ CPMന് വിജയസാധ്യതയുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. BJPയുടെയും CPMൻ്റെയും വിജയസാധ്യതകൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ നിർണയിച്ചിരിക്കുന്നു. കോൺഗ്രസ് നല്ല സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ CPMൻ്റെ വിജയസാധ്യത വർദ്ധിക്കും എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. 2021 തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ V. ശിവൻകുട്ടി കുമ്മനം രാജശേഖരനെ, അന്ന് സംസ്ഥാന BJP അധ്യക്ഷനായിരുന്ന കുമ്മനം രാജശേഖരനെ 3949 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. അന്ന് UDFൻ്റെ വോട്ടിംഗ് ശതമാനം K. മുരളീധരൻ എന്ന കരുത്തനായ സ്ഥാനാർത്ഥിയുടെ പിൻബലത്തിൽ 15.40% ഉയർന്നു. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിപ്പിച്ച ഒരു സ്ഥാനാർത്ഥി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ നേടിയതിനേക്കാൾ ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിപ്പിച്ച ഒരു സ്ഥാനാർത്ഥി മുരളീധരനായിരിക്കും എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ വോട്ട് 36,524 വോട്ടുകളായിരുന്നു. അതിനു മുമ്പ് UDF സ്ഥാനാർത്ഥി നേടിയത് 13,000-ൽ പരം വോട്ടുകൾ മാത്രമായിരുന്നു എന്നൊരു വസ്തുത പരിഗണിക്കുമ്പോഴാണ് അവിടെ മുരളീധരൻ്റെ ഒരു വോട്ട് വർധനവരുടെ തോത് നമുക്ക് വ്യക്തമാകുന്നത്. ഇത്ര വലിയൊരു വോട്ട് വർധന ഉണ്ടായിട്ടും അവിടെ V. ശിവൻകുട്ടിക്ക് വിജയിക്കുവാൻ കഴിഞ്ഞത് 3,949 വോട്ടുകൾക്ക് മാത്രമാണ്. കാരണം കോൺഗ്രസ് 36,524 വോട്ടുകൾ പിടിച്ചിട്ടും CPMന് വിജയിക്കുവാൻ കഴിഞ്ഞത് 3,949 വോട്ടുകൾക്ക് മാത്രമാണ് എന്ന് ഒരു വിശകലനത്തിൽ വ്യക്തമാകുമ്പോൾ മുരളീധരനേക്കാൾ ശക്തനായ ഒരു സ്ഥാനാർത്ഥി അവിടെ കോൺഗ്രസിന് ഇനി നിർത്തുവാൻ കഴിയുമോ എന്ന ഒരു ചോദ്യം വരികയാണ്. കാരണം മുരളീധരൻ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തിന് നേമം നിയോജക മണ്ഡലമായിട്ട് ആത്മബന്ധമുണ്ട്. അദ്ദേഹത്തെക്കാൾ പ്രഗത്ഭനായ ഒരു നേതാവിനെ അവിടെ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായി നിർത്തുവാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു CPMൻ്റെ വിജയസാധ്യത എന്നൊരു വിലയിരുത്തലുമുണ്ട്. ഞാനീ പറയുന്നതിൻ്റെ അടിസ്ഥാനം കോൺഗ്രസ് 36,524 വോട്ടുകൾ പിടിച്ചിട്ടും ശിവൻകുട്ടിയുടെ ഭൂരിപക്ഷം 3,949 വോട്ടുകൾ മാത്രമായിരുന്നു എന്നൊരു യാഥാർത്ഥ്യത്തിൽ നിന്നാണ്. ഒരുപക്ഷെ എൻ്റെ ഒരു വിശകലനത്തിൽ നേമ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് മണക്കാട് പോലെയുള്ള മുസ്ലിം കേന്ദ്രീകൃത പ്രദേശങ്ങളുള്ള ഒരു സ്ഥലമാണ് നേമം. ആ മുസ്ലിം വോട്ടുകളൊക്കെ ഒരുപക്ഷെ K. മുരളീധരൻ വിജയിക്കും എന്നൊരു പ്രതീക്ഷയിൽ K. മുരളീധരന് വീണിട്ടുണ്ടാകാം. അതായിരിക്കാം ശിവൻകുട്ടിയുടെ ഭൂരിപക്ഷം 3,949 ആയി കുറയുന്നതിന് കാരണം ചില സർവേകളിലൊക്കെ മുരളീധരൻ്റെ ഒരു വിജയം പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു ആപ്തവാക്യമായിട്ടെടുത്ത് മുസ്ലിം ന്യൂനപക്ഷം ഒരുപക്ഷെ BJPയോടുള്ള ഒരു ഭയത്തിൻ്റെ പേരിൽ K. മുരളീധരൻ അനുകൂലമായി വോട്ടിട്ടേക്കാം. കാരണം ആ മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം വെച്ചും മുസ്ലിം സമുദായം ഏതു സ്ഥാനാർത്ഥിയാണോ വിജയിക്കുവാൻ സാധ്യതയുള്ളത് ആ സ്ഥാനാർത്ഥിക്ക് വോട്ടിടുന്ന ഒരു ചരിത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മുരളീധരൻ വിജയിക്കുമെന്ന് ആ സമുദായം കരുതിയിട്ടുണ്ടാകാം. അതുകൊണ്ട് മുരളീധരന് വോട്ടിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം മുരളീധരൻ ഇത്രയും വോട്ടുകൾ നേടുന്നതിനും ഒപ്പം ശിവൻകുട്ടിയുടെ വോട്ട് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ വോട്ട് ഭൂരിപക്ഷം 3,949 കുറഞ്ഞിട്ടുണ്ടാകുക എന്നതാണ് എൻ്റെ ഒരു നിഗമനം. മറ്റൊന്ന് ഞാനിത് പറയുന്നതിന് കാരണമെന്ന് വെച്ചാൽ UDF ഒപ്പപ്പോഴൊക്കെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അവിടെ LDFന് വിജയിക്കുവാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. 2016 JDSൻ്റെ സുരേന്ദ്രൻ പിള്ളയ്ക്കാണ് UDF സീറ്റ് കൊടുത്തത്. അന്ന് അദ്ദേഹത്തിൻ്റെ വോട്ട് വെറും 13,860 വോട്ടുകൾ മാത്രമായിരുന്നു. അന്ന്
ഒ രാജഗോപാൽ 8671 വോട്ടുകൾക്ക് വിജയിച്ചു. പക്ഷേ 2011 ചാരുപാറ രവി അദ്ദേഹത്തിന് 20,000-ൽ പരം വോട്ടുകൾക്ക് 20,248 വോട്ടുകൾ UDF വേണ്ടി പിടിക്കുവാൻ കഴിഞ്ഞു. അന്ന് ഒ രാജഗോപാലിനെ ശിവൻകുട്ടിക്ക് 6,415 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുവാൻ കഴിയുക. എപ്പോഴൊക്കെയാണോ UDF വോട്ട് വീതം നിയമമണ്ഡലത്തിൽ വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ LDF വിജയിക്കുന്നു നേമത്ത് എന്നാണ് നമ്മൾ ആ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പഠിക്കുമ്പോൾ വ്യക്തമാകുന്നത്. 2021 വലിയ രീതിയിൽ കെ മുരളീധരനോട് വർദ്ധിപ്പിച്ചു. അപ്പോൾ BJPക്കും വോട്ട് വീതം വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മുരളീധരൻ്റെ വർദ്ധിച്ച വോട്ട് വീതത്തിൻ്റെ പിൻബലത്തിൽ വി ശിവൻകുട്ടി ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അവിടെ വിജയിച്ചു കയറുന്നതാണ് കണ്ടത്. നമ്മൾ ഈ 2026 നിയമസഭാ മണ്ഡലത്തിൽ ആരൊക്കെ സ്ഥാനാർത്ഥികളായിരിക്കും എന്ന് വീക്ഷിക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായും പറഞ്ഞു കേൾക്കുന്ന പേര് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുടെയാണ്. കാരണം BJPയുടെ സംസ്ഥാന അധ്യക്ഷന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു മണ്ഡലം പോലെയാണ് നേമം നിയോജക മണ്ഡലം. BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്, വിജയസാധ്യതകളുള്ള ഒരു മണ്ഡലമാണ്. രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്, പണമുണ്ട്, ആ മണ്ഡലം പിടിച്ചെടുക്കുവാനുള്ള സംഘടനാ ശക്തിയും BJPക്ക് അവിടെയുണ്ട്. പക്ഷേ ശിവൻകുട്ടിയാണ് CPMൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ CPMനും വലിയ സാധ്യതകളുള്ള ഒരു മണ്ഡലം തന്നെയാണത്. കാരണം അദ്ദേഹത്തിന് ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ CPM അദ്ദേഹത്തെ തന്നെയായിരിക്കും ആ മണ്ഡലത്തിൽ പരിഗണിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. അദ്ദേഹമില്ലെങ്കിൽ ആ സീറ്റ് ഒരുപക്ഷെ CPMന് നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. കോൺഗ്രസ് ആ മണ്ഡലത്തിൽ പരിഗണിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വീണ എസ് നായർ എന്നാണ് ഇപ്പോൾ പൊതുവെ തിരുവനന്തപുരത്ത് പറഞ്ഞു കേൾക്കുന്നത്. പ്രത്യേകിച്ച് വീണ എസ് നായരുടെ ഒരു തിരഞ്ഞെടുപ്പ് ചരിത്രം അത്ര ശുഭകരമല്ല. അവർ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് സാധ്യതകളുണ്ടായിരുന്ന വട്ടിയൂർക്കാവിൽ 3ാമത് എത്തിയ സ്ഥാനാർത്ഥിയാണ്. നേരത്തെ അവർ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷനിൽ നിന്ന് പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർ നല്ലതുപോലെ പ്രസംഗിക്കുകയും സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. പക്ഷേ ജനങ്ങളുമായിട്ട് ഇടപഴകുന്നതിൽ അവർക്ക് എത്രത്തോളം കഴിയുന്നു എന്ന് വ്യക്തമാകുന്നില്ല. കാരണം അവർ കോൺഗ്രസിന് സാധ്യതകളുണ്ടായിരുന്ന വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ പ്രാവശ്യം 3ാം സ്ഥാനത്ത് എത്തപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ മുരളീധരൻ പിടിച്ച അത്രയും വോട്ട് അവർക്ക് അവിടെ സമാഹരിക്കുവാൻ കഴിയുമോ എന്നും വ്യക്തമല്ല. പക്ഷേ അവർ കൈപ്പത്ത് ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. 2011-ലും 2016-ലും അവിടെ ജനതാദളിലെ 2 ഗ്രൂപ്പുകൾക്കാണ് സീറ്റ് കൊടുത്തിരുന്നത്. അവർക്ക് വളരെ തുച്ഛമായ വോട്ടുകളെ പിടിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ വീണ എസ് നായർ കൈപ്പത്ത് ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് എന്നതുകൊണ്ട് അവർക്കൊരു പക്ഷേ കുറച്ചധികം വോട്ടുകൾ സമാഹരിക്കുവാൻ കഴിഞ്ഞാൽ അത് മിക്കവാറും ശിവൻകുട്ടി തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് തന്നെയാണ് വിശകലനങ്ങളിലൊക്കെ വരുന്നത്. ശിവൻകുട്ടിയുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കും എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും അവിടെ കോൺഗ്രസിൻ്റെ വലിയ നേതാക്കന്മാർ മത്സരിക്കുവാൻ മുന്നോട്ട് വരാനുള്ള സാധ്യത കുറവാണ്. കാരണം അവിടെ വിജയിക്കുവാനുള്ള സാധ്യത വളരെ വിരളമാണ്. മാത്രമല്ല അവിടെ അങ്ങനെ മത്സരിച്ച് വിജയിച്ചാൽ BJPയുടെ RSSൻ്റെ ഒക്കെ ഒരു നോട്ടപ്പുള്ളിയാകും. അവർ പിന്നെ എവിടെ നിന്നാലും പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുമെന്നത് ഏറ്റവും പരമപ്രധാനമായ കാര്യമായി കോൺഗ്രസ് നേതാക്കൾ പരിഗണിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം മുരളീധരനെ ഇപ്പോൾ കേരളത്തിൽ എവിടെ വെച്ച മത്സരിച്ചാലും പരാജയപ്പെടുത്തും എന്ന ഒരു നിഗമനത്തിലേക്ക് BJPയും RSSും എത്തുകയാണ്. മാത്രമല്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ സാധ്യതകളെ അടച്ചു കളഞ്ഞതും നേമത്തെ ശക്തനായ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്തിയതാണ്. കാരണം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇടതുമുന്നണിക്ക് അനുകൂലമായി വോട്ടുമറിക്കുവാൻ BJP ശ്രമിച്ചേക്കാം എന്ന ഒരു ഭയവും കോൺഗ്രസ് സംബന്ധിച്ച് നേമ നിയോജക മണ്ഡലത്തിലുണ്ട്. എന്തായാലും നേമത്തെ ഒരു ഇലക്ഷൻ വിശകലനം നമ്മൾ നടത്തുമ്പോൾ BJPയും CPMും തമ്മിലാണ് മത്സരം എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുകയാണെങ്കിൽ അവിടെ ഇടതുപക്ഷം വിജയിച്ചു വരാനുള്ള സാധ്യതകൾ തന്നെയാണ് ചർച്ചകളിലും വിശകലനങ്ങളും ഒക്കെ കാണുന്നത്. തൽക്കാലം ഈ വീഡിയോയുമായി വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.